അയ്യേ കൂറ കഥ, ഒരു ആവറേജ് സിനിമ അത്രേ ഉള്ളൂ. ഇവിടുത്തെ സിനിമ റിവ്യൂവർമാരെ തള്ളു കേട്ടിട്ട് പോയതാണ്. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇവന്മാരൊക്കെ ഈ ഒരുപാട് സിനിമ കണ്ട് ഇപ്പം നല്ലതേതാ ചീത്തതാ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയെന്ന് തോന്നുന്നു. അതോ ഇവന്മാർക്ക് ഇനി കാശ് വല്ല കിട്ടുന്നുണ്ട് ഇതിന്. ഒന്നാമത്തെ കാര്യം, ഇത് ഭൂതകാലമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഭൂതകാലത്തിന്റെ മാല കെട്ടാൻ പോലും ഇല്ല. നല്ലൊരു കൺവിൻസിങ് സ്റ്റോറി അല്ല, ഒരു മര്യാദയ്ക്ക് ഒരു ജംസ്കെയർ പോലും ഇല്ല. ഇതിൽ പിന്നെ ജംസ്കെയർ അല്ല ഉദ്ദേശിക്കുന്നത്, നല്ലൊരു ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഇത് ഞാൻ ആകെ പേടിച്ചൊരു സംഭവം എന്ന് വെച്ചാൽ ഇവർ നല്ല രീതിയിൽ സൈലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈലൻസ് കാരണം ഞാൻ പോപ്കോണിന്റെ പാത്രത്തിൽ കൈയിട്ടാൽ പോലും ആ സൗണ്ട് നല്ല രീതിയിൽ തിയേറ്ററിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഇനി അത് കാരണം എന്നെ ആൾക്കാർ ചീത്ത വിളിക്കുമോ എന്നൊരു പേടിയായിരുന്നു എനിക്കുണ്ടായിരുന്നു. ഇതിനകത്ത് ആദ്യം മുതലേ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് അവസാനം ഈ കാരണക്കാരനെ റിവീൽ ചെയ്യും. ഈ കാരണക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഉള്ള മൂടും കൂടെ പോയി. ചേട്ടാ യവൻ ഇതിനകത്ത് കൊണ്ടോടെ ചുമ്മാതല്ലേ ഈ പ്രേതത്തിന്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു കഴപ്പൻ വായി നോക്കി എന്നിട്ട് അവന്റെ ഒരു കഥയും കൂടെ കേൾപ്പിക്കും. സത്യം പറഞ്ഞുണ്ടല്ലോ, അത് കേട്ടപ്പോൾ ഞാൻ തിരിച്ചുപോയി. ഒരുപാട് പേര് റിവ്യൂവിൽ പറയുന്ന കേട്ടു പിള്ളേരെയും കൊണ്ടൊന്നും വരരുത്, പിള്ളേർ കണ്ടാൽ പേടിക്കുമെന്ന്. പക്ഷെ പിള്ളേർ കണ്ടാൽ പേടിക്കാൻ മാത്രം ലെവലുള്ള സാധനങ്ങളൊന്നും അതിനകത്തില്ല. ഞാനും പിള്ളേരോട്ടാണ് പോയത്. ഞാൻ മാത്രമല്ല, അവിടെ തിയേറ്ററിൽ പിള്ളേരുമായിട്ട് വന്ന ആരും തന്നെ പേടിച്ച് ബേളം വെച്ചായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇതിനകത്ത് പ്രണവ് മോഹൻലാലിന്റെ ഇൻട്രോ സീൻ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു കിസ്സിങ് സീനാണ്. അതിവിടെ UAE-ലൊക്കെ ആ സീൻ കട്ടി കളഞ്ഞേക്കുവാണ്. ഇനി അത് ഉള്ളത് കൊണ്ട് ഇനി പിള്ളേരായിട്ട് വന്നു കഴിഞ്ഞാൽ അവരത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാകുമോ എന്ന് പേടിയുള്ളവർക്കായാലും കുഴപ്പമില്ല, ആ സീൻ അത് ഇവിടെ ഇല്ല. മൊത്തത്തിൽ ഇതിന്റെ കഥയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. ആദ്യം ഒരു സംഭവം കാണിക്കും, അത് എന്തിനാണ് അങ്ങനെ ചെയ്തെന്നോ, ആരാണ് ഇവര്, എന്താണ് ഇവിടെ ശരിക്കുള്ള പ്രശ്നം, അങ്ങനെ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരു പൂർണ്ണതയിൽ പ്രണവ് മോഹൻലാലിനെ കൊള്ളാം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അഭിനയിച്ച് തകർക്കാൻ മാത്രമുള്ള റോളൊന്നും അല്ല. പുള്ളി ഇങ്ങനെ നിൽക്കും, ഇടയ്ക്ക് സിഗരറ്റ് വലിക്കാത്തപ്പം കള്ളു കുടിക്കും. പക്ഷെ ആ ലുക്ക് കൊള്ളാം. പുള്ളി ആ താടിയൊക്കെ വെച്ചിട്ടുള്ള ചില ആംഗിളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, കറക്റ്റ് മോഹൻലാൽ.